അതാണ് ആ ചിരിയാണ്. ആ ചിരിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ആ സിനിമ എങ്ങനെയുണ്ടാകും, ഏത് തരത്തിലാണ് വരിക എന്നുള്ളത് മൊത്തം ആ ചിരിയിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഈ വർഷം ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് മിക്കവാറും ഈ സിദ്ധാർത്ഥ് ഭരതനും അതുപോലെ തന്നെ നമ്മുടെ ഹരിശ്രീ അശോകൻ്റെ മകൻ അർജുൻ അശോകനുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മലയാളത്തിൻ്റെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കാൻ്റെ സിനിമയുടെ ട്രെയിലർ ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമ കാണണം, തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. കാരണം അതിന് ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഭയങ്കര എന്താ വെച്ചാൽ ഒരു സംഭവമാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ മമ്മൂക്കയും അതുപോലെ തന്നെ അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും തമ്മിലുള്ള ഈ 3 പേരുടെയും പിന്നെ അതിൻ്റെ നായികേൻ്റെ ചെറിയൊരു ഷോട്ട് മാത്രമേ ഉള്ളൂ. ഇവരാണ് ഇതിൻ്റെ അകത്ത് മെയിൻ കഥാപാത്രമായിട്ട് ഇന്ന് ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ഇതൊക്കെ കാണുമ്പോൾ, ഒരു ലൊക്കേഷൻ, ഒരു കാഴ്ചയും ഇതൊക്കെ കാണുമ്പോഴേ ഒരു നല്ലൊരു പുതുമ നമുക്ക് തോന്നുന്നുണ്ട് ഈ സിനിമയിൽ. അതായത് ഈ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടാകും. ഒന്നുമില്ലാത്ത സംഭവമൊന്നും മമ്മൂക്ക ഏറ്റെടുക്കൂല കേട്ടാ. നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ, ഈ മമ്മൂക്ക വരുന്ന കഥകൾ മൊത്തം ഏറ്റെടുക്കലാന്ന്. അങ്ങനെയൊന്നും അദ്ദേഹം നോക്കൂല. അദ്ദേഹം ഒരാൾ വന്ന് കഥ പറഞ്ഞു പോയി കഴിഞ്ഞാൽ വേറെ ആരോടെങ്കിലും ചോദിക്കും, മേഡോ ഇന്നൊരാൾ വന്നൊരു കഥ പറഞ്ഞു, അത് നീ കേട്ടിനാ? ഞാൻ കേട്ടിന് മമ്മൂക്ക, എങ്ങനെയുണ്ട്, കൊള്ളാം, എനിക്ക് തോന്നി. അങ്ങനെ രണ്ടാമതും അവരെ വിളിക്കും കഥ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മമ്മൂക്ക 2ഉം 3ഉം പ്രാവശ്യം ഒരു കഥ കേട്ടിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മുടെ ഈ ലാലേട്ടൻ ചെയ്യുന്നത് പോലെ ആരെ കൊണ്ടെങ്കിലും കഥ കേൾപ്പിക്കുക, അതല്ല വേണ്ടത്. നമ്മൾ അഭിനയിക്കേണ്ട കഥകൾ നമ്മൾ തന്നെ കേട്ടിട്ട് നമ്മൾ തന്നെ അതിൻ്റെ അകത്തൊരു കഥാപാത്രമായി മാറണം. അപ്പോഴാണ് ഒരു നടനാകുന്നത് എന്നുള്ളതാണ്. അപ്പം മമ്മൂക്ക ഇപ്പോൾ ഈ 74 വയസ്സോളം ആയതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴും നമ്മളെ വിസ്മയിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഓരോ സിനിമ വരുമ്പോഴും ഈ മനുഷ്യൻ എന്താണ് കാട്ടുന്നത്. ഇന്ന് ഞെട്ടിപ്പോയായിരുന്നു ഈ ബ്രഹ്മയുഗത്തിൻ്റെ ഈ ഒരു ട്രെയിലർ വന്നപ്പോഴേ. അതായത് ഈ 2024 ഇദ്ദേഹം കൊണ്ടുപോയി. ഇദ്ദേഹം തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ 2-3 സിനിമയിനി തുടർച്ചയായിട്ട് വരാനുണ്ട്. ഈ 3 സിനിമ വരുമ്പോഴേക്കും ഈ വർഷം ഈ മനുഷ്യൻ കൊണ്ടുപോയി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. ഓരോ സിനിമയും ഇദ്ദേഹം ഓരോ പരീക്ഷണവും നിരീക്ഷണവും അങ്ങ് ആക്കി മാറ്റുകയാണ്. അതാണ് ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. നമുക്കൊരു കാര്യം ചെയ്യാം, ട്രെയിലറിൻ്റെ കുറച്ച് ഭാഗം കാണിക്കട്ടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരുന്നേ, പിന്നെ ഇത് വീണ്ടും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഇത് കണ്ടു കഴിഞ്ഞാൽ പറയാൻ ഇതാണ്. ആ ചിരിയാണ്. ആ ചിരിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ആ സിനിമ എങ്ങനെയുണ്ടാകും, ഏത് തരത്തിലാണ് വരിക എന്നുള്ളത് മൊത്തം ആ ചിരിയിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഒരുപാട് പേര് ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്തിട്ടാ. അതായത് ആരും ഒരു മോശമൊന്നും പറയുന്നില്ല. എല്ലാവർക്കും അതായത് എനിക്ക് തോന്നുന്നത് ഈ ലാലേട്ടൻ ഫാനായാലും ഏത് ഫാൻസ് ആയി കഴിഞ്ഞാലും എല്ലാവരും ഇന്ന് ഉറ്റുനോക്കുന്നത് ഈ മമ്മൂക്ക എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ഈ ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ ട്രെയിലറിലേക്കായിരുന്നു. അതായത് ഈ 15-നാണ് അത് തിയേറ്ററിൽ വരുന്നത് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും പോയി കാണും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ മറ്റുള്ള നടന്മാർ ഇദ്ദേഹത്തെ കണ്ട് പഠിക്കണം. അതായത് ഇദ്ദേഹം എങ്ങനെയാണ് ഒരു സിനിമ തിരഞ്ഞെടുക്കുന്നത്. ഇദ്ദേഹം ഇപ്പോഴും ഈ പ്രായത്തിൽ ഈ മനുഷ്യൻ ഇങ്ങനെ മാസ് കാണിച്ചുകൊണ്ട് നടക്കുമ്പോൾ മറ്റുള്ള നടന്മാർക്കെല്ലാം ഇത് നല്ല വെല്ലുവിളി തന്നെയാണ്. അതായത് ഈ മനുഷ്യൻ്റെ മാസ് ഒരു 1.5 മാസ് തന്നെ ഇദ്ദേഹം കാണിക്കുന്നത്. മറ്റുള്ള ആർക്കും ഇതൊന്നും അനുകരിക്കാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയാണ്. ഇപ്പം നമ്മളെല്ലാം പറയുന്നില്ല, ഇപ്പോൾ വാലിബൻ എന്ന് പറയുന്ന സിനിമ ലാലേട്ടൻ ഒരുപാട് പക്ഷെ പ്രതീക്ഷ വെച്ചിട്ട് നമ്മൾ കാര്യമില്ല. ഇതിനെന്ന് പറയുന്നത് ഇതിനൊരു മെയ് വഴക്കവും ഒരു കഴിവും പ്രത്യേകമായിട്ട് വേണമെന്നുള്ളതാണ്. ഇപ്പം ലാലേട്ടൻ ഈ വാലിബൻ എന്ന് പറയുന്ന സിനിമ ഒരിക്കലും ലാലേട്ടൻ്റെ പ്രശ്നം കൊണ്ടൊന്നുമല്ല അത് അങ്ങനെ ആയത്. അതിൽ ഓവറായിട്ട് പ്രതീക്ഷിച്ചു പോയി. ആരെന്ന് പറഞ്ഞാൽ ഈ ലാലേട്ടൻ്റെ ശത്രുക്കളായ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്. അപ്പോൾ ഈ ഫാൻസുകാർ ശരിക്ക് ലാലേട്ടനെ പറ്റിക്കുകയാണ് ചെയ്തത്. കാരണം അവരുദ്ദേശിച്ച ലാലേട്ടനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ പടം കൊള്ളത്തില്ല, പടം മോശമാണ്, ഇതൊക്കെയാണ്. പക്ഷേ
മമ്മൂക്കാൻ്റെത് അങ്ങനെയല്ല. മമ്മൂക്ക ഏത് സിനിമ വന്നു കഴിഞ്ഞാലും, ഇപ്പോൾ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ ആ ഇഷ്ടപ്പെടുന്ന അവരുടെ തിയേറ്ററിലേക്ക് വന്നാൽ മതി എന്ന് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അല്ലാതെ ഒരു മമ്മൂട്ടിപ്പടം ഇൻസ്പെക്ടർ ബൽറാം കണ്ട് പോയിട്ട് നാളെ മറ്റേ ഈ സിനിമ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് ഇഷ്ടപ്പെടില്ല. അതുപോലെ ഈ കാതൽ എന്ന് പറയുന്ന ഈ കാതൽ കോർ എന്ന് പറയുന്ന സിനിമ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എന്തോ ഒരു ഉളപ്പടം അത്രയേ ഉള്ളൂ അത്. പക്ഷെ മമ്മൂക്കാൻ്റെ ആ ഒരു വേറിട്ട അഭിനയം കാണണം എന്നുള്ളവരെ ആ സിനിമക്ക് കയറും. അതാണ് അതിൻ്റെ വിജയം എന്ന് പറയുന്നത്. അതാണ് മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ഓരോ ദിവസവും ഓരോ സിനിമയിലും നമ്മളെ ഇങ്ങനെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടർബോ എന്ന് പറയുന്ന സിനിമ വരാനുണ്ട് ഇനി. അതുപോലെ ഒരുപാട് പ്രൊജക്റ്റുകൾ ഈ മമ്മൂക്കാൻ്റെ ഇങ്ങനെ വരാനുണ്ട്, ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരാനുണ്ട് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഇതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഓരോ പ്രതീക്ഷയാണ്. ഇപ്പോൾ ഇതിലെന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു സംവിധായകനാണ്. ഭൂതകാലം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമ നമ്മൾക്ക് എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പം അങ്ങനെ എന്തോ ഒരു നിഗൂഢത ഇതിൻ്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഉറപ്പായിട്ടുണ്ടാവും. സംവിധായകൻ എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടുവരും. ആ ഒരു സെറ്റിങ്ങും ഇതൊക്കെ കാണുമ്പോൾ, അതുപോലെ സിദ്ധാർത്ഥ് ഭരതൻ എനിക്ക് തോന്നുന്നത് ഈ വർഷം ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് മിക്കവാറും ഈ സിദ്ധാർത്ഥ് ഭരതനും അതുപോലെ തന്നെ നമ്മുടെ ഹരിശ്രീ അശോകൻ്റെ മകൻ അർജുൻ അശോകനുമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ എനിക്ക് ഈ കലാമണി ഉണ്ടെങ്കിൽ ആ ഒരു സിദ്ധാർത്ഥ് ഭരതൻ്റെ റോള് കലാമണി ആയിരിക്കുമായിരുന്നു. കാരണം അതിൻ്റെ ഒരു ഇതൊക്കെ കാണാനുണ്ട് അവിടെ നിന്ന്. അതുപോലെ തന്നെ ഈ എന്താ പറയുക, അർജുൻ അശോകൻ വേറിട്ട ഒരു വേഷത്തിൽ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ബോഡി ലാംഗ്വേജും അതുപോലെ തന്നെ ഈ ആ ഒരു ബ്രഹ്മയുഗം എന്ന് പറയുന്ന ആ പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്നത് മമ്മൂക്ക ഇങ്ങനെ നിൽക്കുന്നതും അതിൽ ഒരുപാട് തലകൾ നമ്മൾ കാണുന്നുണ്ട്. ആ തലകൾ കണ്ട് അത് മൊത്തം അർജുൻ അശോകൻ്റെ തലകളാണ്. അപ്പോൾ എന്തോ ഒരു നിഗൂഢതയും എന്തോ ഒരു പ്രശ്നങ്ങളും ആ ഒരു മനയിലുണ്ട്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഒരു 15-ാം തീയതി ഫെബ്രുവരി 15-ാം തീയതി കുഞ്ചമൻ പോറ്റി നമ്മളെ അങ്ങ് വെറുപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹം ഇനി വില്ലനാണോ നായകനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ ഒരു പിടുത്തവും കിട്ടുന്നില്ല. അതൊന്നും നമുക്ക് തന്നിട്ടില്ല കേട്ടോ, അതൊന്നും നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡിന് ശേഷമാണ് മമ്മൂക്കാൻ്റെ ഒരു മാസം ഇറങ്ങുന്നത്. അതൊരു 1.5 മാസമായിരിക്കും. ഈ മനുഷ്യൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെ കേട്ടാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളർന്നു വരുന്ന നടന്മാർക്കൊന്നും വളരാൻ വേണ്ടി സ്ഥലമില്ല. ഈ മനുഷ്യനല്ലേ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എവിടെ വളരുവിനി? എന്തൊക്കെയായാലും വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് ആയുസ്സും ആരോഗ്യവും മമ്മൂക്കക്ക് കൊടുക്കട്ടെ. കാരണം പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം ഇനിയും ഒരുപാട് കഥാപാത്രങ്ങളുമായി നമ്മുടെ മുന്നിൽ വരണം. നമുക്കൊരിക്കലും മടുക്കില്ല അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടനെ നമ്മൾ താഴ്ത്തിക്കെട്ടലൊന്നുമല്ല, പക്ഷേ ലാലേട്ടൻ ഒന്നുകൂടി ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യത്തിലൊക്കെ. അതായത് നമുക്കറിയാലോ ഏതൊരു ഒരു വേട്ടാവളിയും കൊണ്ടുപോയിട്ടാണ് ലാലേട്ടനെ ഈ പരുവത്തിലാക്കിയത്. ആലോചിച്ച് നോക്കണം. വെറുതെ ബിസിനസ്സിന് വേണ്ടി പൈസക്ക് വേണ്ടി മാത്രം ലാലേട്ടനെ ഉപയോഗിക്കാതെ നല്ല നല്ല കഥാപാത്രം നല്ല പുതിയ പിള്ളേരെ വിളിച്ചിട്ട് എന്താ പറയുക അവർക്കൊരു ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു നല്ലൊരു ഇത് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറും പൈസ മാത്രം നോക്കരുത്. കോടികൾ ഇത് മാത്രം നമ്മൾ നോക്കരുത്. ഇപ്പം മമ്മൂക്ക കാണുന്നില്ലേ, അദ്ദേഹത്തിന് ഈ കാതൽ കോറിലും അതുപോലെ നാൻപകൽ നേരത്തെ മയക്കത്തിലല്ലോ എന്ത് കോടി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവുക? അദ്ദേഹത്തിന് വലിയ കോടിയൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അതിൻ്റെ അകത്ത്. കാരണം അത് കാതൽ കോറുകാരൻ അദ്ദേഹം തന്നെ നിർമ്മിച്ചാണ്. നാൻപകൽ നേരത്തെ മയക്കം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിന് വലിയൊരു സംഭവമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ആ സിനിമ അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ലാലേട്ടനും ചിന്തിക്കണം. ലാലേട്ടൻ്റെ നല്ല നല്ല വേഷങ്ങളെ നമുക്ക് ഇനിയും കാണാൻ ആഗ്രഹമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ, എല്ലാവരും പൊയ്ക്കോ. എല്ലാവരും ഇന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തോ. നന്ദി, നമസ്കാരം.